ഈ നാട്ടിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാ സെൻ്ററുകൾ പെണ്ണിൻ്റെ മാനത്തിന് വില പറയുകയാണ്. സ്പാകളുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനവും ക്രോസ് മസാജിങ്ങും വഴിവിട്ട ഇടപാടുകളുമാണ് നടക്കുന്നത്. ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതം ഇവിടെ പിച്ചി ചീന്തപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സ്പായിൽ ജോലിക്കായി എത്തിയ 23-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണണം. കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവുമായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്പാ നടത്തിപ്പുകാരുടെ ഒത്താശയോടെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പിടിയിലായ മേനംകുളം സ്വദേശി റിബ്സൺ സ്പായിലെ നിത്യ സന്ദർശകനെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മെയ് 1-നായിരുന്നു യുവതിക്ക് നേരെയുള്ള അതിക്രമം. പാലക്കാട് സ്വദേശിയായ യുവതിയെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ജോലിക്കെന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. സ്പായിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ സുഹൃത്താണ് യുവതിയെ ഇവിടെ എത്തിച്ചത്. സ്പായിലെത്തിയ യുവതിയെ ഇടപാടുകാരനായ ജിപ്സൺ കടന്നുപിടിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഉപദ്രവിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവതി അടുത്ത ബന്ധുവീട്ടിൽ അഭയം തേടി. ഭർത്താവിനെയും പോലീസിനെയും വിവരമറിയിച്ചു. DYFI മേഖലാ സെക്രട്ടറിയായ ജിപ്സൺ CPM ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. സ്പായിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. സ്പാ നടത്തിപ്പുകാരായ 2 യുവതികളും കേസിൽ പ്രതികളാണ്. ഇതിലൊരാൾ റിമാൻഡിലായി. മറ്റേ പ്രതിയും ഉടൻ അറസ്റ്റാകുമെന്ന് പോലീസ് അറിയിച്ചു. നേരത്തെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുൻവശമുള്ള സ്പായിലും ജോലി തേടി വന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ മേയർ VV രാജേഷിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭയും പോലീസും പരിശോധന നടത്തി സ്പാ പൂട്ടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നഗരത്തിലെ അനധികൃത സ്പാകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് നഗരസഭ പറഞ്ഞിരുന്നു. എന്നാൽ നടപടികൾ 2 ദിവസത്തെ പരിശോധനയിൽ ഒതുങ്ങി. സ്റ്റാച്യുവിൽ നഗരസഭ പൂട്ടിച്ച സ്പായുടെ ഉടമ BJP നേതാവായിരുന്നു. ഇതാണ് നടപടികൾ നിലയ്ക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.